എറണാകുളത്തിന് ഇതെന്തു പറ്റി? സത്യത്തിൽ ഇലക്ഷൻ ചൂട് കനക്കുകയാണ്. എല്ലാ മണ്ഡലങ്ങളിലും 20 മണ്ഡലങ്ങളിലും ഇലക്ഷൻ ചൂടിങ്ങനെ കനത്ത് ചുട്ടുപൊള്ളുകയാണ്. എന്നിട്ടും എറണാകുളത്ത് സത്യത്തിൽ നമുക്ക് ഒരിടത്ത് നോക്കിയാലും ഇലക്ഷന്റെ ഒരു ബഹളം കാണാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ BJPക്ക് വേണ്ടി A.N. രാധാകൃഷ്ണനും UDFന് വേണ്ടി ഹൈബി ഈഡനും LDFന് വേണ്ടി ഷൈൻ ടീച്ചറുമാണ് നിൽക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇവിടെ ഒരു സ്ഥാനാർത്ഥികളെയും നമുക്ക് കാണാനോ സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിച്ച് പോകുന്നത് കാണാനോ വളരെ വിരളമായി മാത്രമേ നമുക്ക് എറണാകുളം ജില്ലയിൽ കാണാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അതായത് ഹൈബി ഈഡന്റെ ജയം ഉറപ്പിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, മറ്റ് രണ്ട് അതായത് BJP ഇടതുപക്ഷവും പ്രചരണ രംഗത്ത് അത്ര വലിയ സജീവമല്ല. ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് മുതൽ സ്ഥാനാർത്ഥികൾ പല മണ്ഡലങ്ങളിലും തമ്പടിച്ചാണ് പ്രചരണമൊക്കെ നടത്തുന്നത്. നമുക്കറിയാം കൊല്ലത്തും തൃശൂരും ആറ്റിങ്ങലൊക്കെ ആലപ്പുഴയൊക്കെ A ക്ലാസ് മണ്ഡലമാക്കിയത് ശോഭാ സുരേന്ദ്രനാണ്. അത്രയ്ക്ക് വീറോടെയും വാശിയോടെയുമാണ് ഓരോ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തുന്നത്. പക്ഷേ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ എറണാകുളം ജില്ലയ്ക്ക് ഒരു മന്ദതയാണ്. അതായത് ഒരു ഇലക്ഷന്റെ ഒരു ബഹളങ്ങളോ ഒരു ചൂടോ ഒന്നും ഈ എറണാകുളം ജില്ലയെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പലപ്പോഴും സ്ഥാനാർത്ഥികൾ പോകാതെ പാർട്ടിക്കാർ മാത്രം വീടുകളിൽ കയറി ചെല്ലുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ചേട്ടാ എവിടത്തുകാരനാണോ? എവിടത്തുകാരനാ? അല്ല, ചേട്ടന് സംസാരിക്കാൻ വരെ പേടിയാണ്. നമ്മളങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ട. നമുക്ക് അവിടെ ഒരാളിരിപ്പുണ്ട്, നമുക്ക് പോയി ചോദിച്ചു നോക്കാം. എറണാകുളത്തെ ഒരു ഇലക്ഷൻ ചൂട്, എറണാകുളത്തെ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത്. രാജീവ് എറണാകുളത്തുകാരനല്ലേ? എങ്ങനെയുണ്ട് ഇലക്ഷന്റെ ഒരു ഇലക്ഷൻ? ഞാൻ എറണാകുളം അല്ല, പ്രോപ്പർ ഞാൻ ഹരിപ്പാടാണ്. പക്ഷെ കുറെ നാളായില്ലേ അതെ അതെ, ഒരു 10-20 കൊല്ലത്തോളം ഒരുപാട് നാള് കണ്ടൊരു പരിചയം എറണാകുളത്ത്. പക്ഷെ ഈ പ്രാവശ്യം ഒരു ചൂടുമില്ല, ഒരു പോസ്റ്ററുകളൊക്കെ വളരെ കുറവാണ്, ഒരു മന്ദതയാണ് മൊത്തത്തില്. ചേട്ടാ, ഈ എറണാകുളത്തെ ഇലക്ഷൻ വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മറ്റ് മണ്ഡലങ്ങളിലെ പോലെ അല്ല എറണാകുളത്ത് ഒരു ആവേശമോ ബഹളമോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും കുറവാണ്, വളരെ കുറവാണ്. എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് മടുപ്പുകൊണ്ടാണ്, രാഷ്ട്രീയത്തിലുള്ള ഒരു താല്പര്യക്കുറവുകൊണ്ടായിരിക്കാം ഇത്രയും കുറവ് എനിക്ക് തോന്നുന്നത്. ഈ ഹൈബി ഈഡന്റെ ഒരു വിജയം ആളുകൾ ഇപ്പൊ സിറ്റിംഗ് MP ആണല്ലോ ഹൈബി ഈഡൻ. അപ്പൊ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് ജയിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണോ ഇത്തരം? അതുണ്ടാകാം. കാരണം രണ്ട് പ്രാവശ്യം പുള്ളി ജയിച്ചു, മൂന്നാമത്തെ പ്രാവശ്യമാണ്. അദ്ദേഹത്തിനെ ഒഴിവാക്കാൻ ആരും താല്പര്യമില്ലാത്ത രീതിയിൽ പുള്ളി ജയിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കാം കൂടുതൽ ഇറങ്ങി തിരിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി മണ്ഡലങ്ങളിലൊക്കെ നല്ല പ്രവർത്തനങ്ങളാണ്. ശ്രദ്ധിക്കാറുണ്ടോ രാഷ്ട്രീയമൊക്കെ? രാഷ്ട്രീയം ശ്രദ്ധിക്കാറുണ്ട്, പ്രവർത്തനങ്ങൾ കുറവാണ്. എന്തായാലും എറണാകുളത്തെ ഒരു പ്രചരണം മന്ദഗതിയിലാണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്, എറണാകുളത്ത് അല്ല. ഇവിടുത്തെ മറ്റേ പോസ്റ്ററുകളും ഇതുകളും നോക്കി കഴിഞ്ഞാൽ പാലക്കാടിനെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ രീതിയിലാണ് കാണുന്നത്. പാലക്കാട് ഇതിനേക്കാളും കുറെ കൂടി നല്ല ഭേദപ്പെട്ട നിലയിലാണ് കാണുന്നത്. അവിടെ മൂന്ന് കക്ഷികളുടെയും ഒപ്പത്തിനൊപ്പം തന്നെയാണ് അവിടെ ഇപ്പൊ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. BJPക്ക് സാധ്യതയുള്ള ഭാഗങ്ങൾ അനുകൂലമായിട്ടുള്ള ആൾക്കാർ അവിടെ കൂടുതൽ നടത്തുന്നുണ്ട്. UDFന്റെ ആ ഭാഗങ്ങൾ അവരുണ്ട്. LDFന്റെ വോട്ടുകൾ കൂടുതലുള്ള ഭാഗത്ത് അവരവിടെ കൂടുതൽ നടത്തുന്നുണ്ട്. ഇവിടെ അത്രയും കാണുന്നില്ല. ശരി, ഞങ്ങൾ മലയാളി വാർത്ത. എന്തായാലും എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് എറണാകുളം. പക്ഷെ എങ്കിൽ പോലും എറണാകുളത്തിന് അത്രത്തോളം ഒരു സാധ്യതകൾ ഉള്ള ഒരു മണ്ഡലം കൂടിയായിട്ടും എന്ത് പറ്റി ജനങ്ങൾക്ക് എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം. ഇപ്പൊ പാലക്കാട് നിന്ന് വന്നവർ തന്നെ പറയുന്നു അവിടെയൊക്കെ വലിയ രീതിയിലുള്ള പോസ്റ്ററുകളും ഇതുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അന്ന് ക്യാമറ കാണുമ്പോൾ തന്നെ പേടിച്ചോടുന്നവരുണ്ട്. ഒരു നിമിഷം, ഈ എറണാകുളത്ത് പ്രചരണം കുറച്ച് കുറവാണ് എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. രാഷ്ട്രീയം ശ്രദ്ധിക്കാറുള്ള ആളാണോ? അല്ല, രാഷ്ട്രീയത്തോടെ താല്പര്യമില്ല. ഇപ്പോഴത്തെ യുവാക്കളൊക്കെ അങ്ങനെ ആയിപ്പോയി, അവർക്ക് രാഷ്ട്രീയത്തോടെ താല്പര്യമില്ല. അതുകൊണ്ട് അവര് സ്വന്തം കാര്യം, കാരണം ഈ രാഷ്ട്രീയക്കാരെന്ന് ജയിച്ചാൽ നമുക്ക് വലിയ ഗുണമൊന്നും ഇല്ലാന്ന് അവർക്കറിയാം. അതുകൊണ്ടായിരിക്കും സ്വന്തം കാര്യം നോക്കി അങ്ങോട്ട് പോവുക എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ മറ്റ് മണ്ഡലങ്ങളിലൊക്കെ നോക്കുമ്പോൾ വലിയ സജീവമായ പോരാട്ടങ്ങളാണ് എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്നത്.
എറണാകുളത്ത് മാത്രമാണ് ഇത്തരമൊരു മന്ദഗതിയായിട്ട് പ്രചരണം. ഈ ഒരൊറ്റ മണ്ഡലം മാത്രമാണ് ഇങ്ങനെ പോകുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നമുക്ക് ഒരു പോസ്റ്റർ പോലും നമുക്ക് ഇവിടങ്ങളിലൊന്നും ഈ ഒരു പരിസരങ്ങളിലൊന്നും ഒരു പോസ്റ്റർ പോലും ഒരു സ്ഥാനാർത്ഥികളുടേതും നമുക്ക് കാണാൻ കഴിയില്ല. 3 സ്ഥാനാർത്ഥികളുടെയും എൻ രാധാകൃഷ്ണനൊക്കെ പ്രചരണ രംഗത്തുണ്ടോ എന്ന് തന്നെ സംശയം പ്രകടിപ്പിച്ചു പോവുകയാണ് പലരും. കാരണം അത്രത്തോളം ഒരു വലിയ ജനപിന്തുണയുള്ള ഒരു നേതാവാണ്. എന്നിട്ട് അദ്ദേഹത്തിന് എന്ത് പറ്റി എന്നുള്ള ഒരു ചോദ്യമാണ് പലരും ചോദിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രചരണ വേളയിൽ ഹൈബീഡന്റെ ജയം മുന്നിൽ കണ്ടുകൊണ്ട് സ്ഥാനാർത്ഥികൾ മാറി നിൽക്കുന്നതാണോ എന്ന് പോലും പലരും ചോദിച്ചു പോകുന്നുണ്ട്. ഈ ഒരു സ്ഥലങ്ങളിലൊന്നും നമുക്കൊരു പോസ്റ്ററും കാണാൻ ഓക്കെ എന്തായാലും ഈ ഒരു എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പും വലിയ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഇവരാരും പ്രചരണ രംഗത്ത് സജീവമാകുന്നില്ല? ചേട്ടാ എറണാകുളംകാരനാണോ? എന്താ കൊച്ചി എറണാകുളം വ്യത്യാസമുണ്ടോ? ഈ എറണാകുളത്ത് പ്രചാരണം കുറച്ച് കുറവാണെന്ന് തോന്നുന്നുണ്ടോ? എന്റെ പൊന്നു മോളെ, ഞാൻ ഊട്ടിയിലാണോ? ഓ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് പറയാൻ പാടില്ല. എന്തായാലും മറ്റ് മണ്ഡലങ്ങളിൽ അപേക്ഷിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. എറണാകുളത്ത് വലിയ പരാജയം തന്നെയാണ്. ഒരു സ്ഥാനാർത്ഥികൾ പൊതുരംഗത്തിറങ്ങുന്നതിലൊക്കെ വലിയ പരാജയം തന്നെയാണ്. വേർത്ത് കുളിച്ചൊക്കെ ഒരു ചേച്ചി പോകാനുണ്ട്. ഈ എറണാകുളത്തെ പ്രചാരണം വളരെ കുറവാണോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് കുറവാണ്. മറ്റു മണ്ഡലങ്ങളിൽ അപേക്ഷിച്ച് കുറവാണ്. വോട്ടുദാനൊക്കെ പോകാറുണ്ടോ? പിന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോടൊരു ഇല്ല, അങ്ങനെ ഇല്ല. വ്യക്തികളെ നോക്കിയാണോ വോട്ട് കൊടുക്കുന്നത്? അതെ, വ്യക്തികളെ നോക്കിയാണ്. വ്യക്തിയിൽ എന്തൊക്കെയാ നോക്കുന്നേ? വ്യക്തിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കൊടുക്കും. ശരി, വ്യക്തികളെ നോക്കിയാണ്. ഇപ്പൊ ആർക്കും പാർട്ടിയൊന്നും വേണ്ട. കാരണം ആര് വന്നാലും കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ ഗോവിന്ദ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പാർട്ടി നോക്കിയൊന്നും ഇപ്പൊ ആരും വോട്ട് കൊടുക്കുന്നില്ല. എന്തായാലും എറണാകുളം ജില്ലയാണ് നമ്മളിപ്പോ ചർച്ച ചെയ്തത്. പല ആളുകളും പറയുന്നുണ്ട്. ഇപ്പൊ പാലക്കാട് നിന്നൊക്കെ വന്നവരൊക്കെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. എന്തായാലും എറണാകുളം ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ തിരഞ്ഞെടുപ്പിന്. ആ സമയത്ത് എറണാകുളം മണ്ഡലം എത്രത്തോളം പ്രചാരണ രംഗത്ത് സജീവമാവുമെന്ന് കണ്ടു തന്നെ അറിയണം. ക്യാമറാമാൻ രാജീവ് ആയപ്രമിനൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യ ശേഖരൻ.